ഹലോ, ഞങ്ങളിങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് വയലിലോട്ട് പോകാമെന്ന്. സംഭവം മഴയൊക്കെ ആണെങ്കിലും പോകാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ അതൊരു രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഇതാ പീനട്ട് കണ്ട്. സംഭവം ഞാൻ ഇതങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എനിക്കും ഇതാ ഇവൾക്കും നല്ലൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇത് എന്തുവാ, ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാന്ന് അറിയാൻ. അങ്ങനെ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടില്ല, ഇവർക്കൊക്കെ ഇഷ്ടമാട്ടോ. പിന്നെ എൻ്റെ കൂടെ വന്നവൾ ഇതാ തുപ്പിയൊക്കെ കളയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്കും അധികം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതും കഴിഞ്ഞിട്ട് വന്നു. ഇറങ്ങിയത് ഒരു കൂട്ടം പട്ടി കേസ്, ഞാൻ നല്ല രീതിയിൽ പേടിച്ച്. അങ്ങനെ പിന്നെ നമ്മൾ പോയി കുറേ തോടും അരുവികളും ഒക്കെ കണ്ടു കേട്ടോ. അവിടെയാണെങ്കിൽ മൊത്തവും ഈ വാഴകളും എല്ലാം എന്താ ഒടിഞ്ഞു കിടക്കുന്നു. മഴയൊക്കെ അല്ലേ, എല്ലാം നശിച്ചു കേട്ടോ. എന്താ അല്ലേ, വയൽ കാണാമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാ, നേരെ കൊണ്ടുതാ ഒരു തോട്ടിലോട്ട് കൊണ്ടുപോയി. എനിക്കാണെങ്കിൽ വെള്ളം പേടി. നിങ്ങളപ്പോൾ ചിന്തിക്കും ഇവക്ക് ഇതാ എല്ലാം പേടിയാണോ. എനിക്ക് ഈ പട്ടിയും വെള്ളവും ഒക്കെ പേടിയാണ്, പ്രത്യേകിച്ച് വെള്ളം. എനിക്കാണെങ്കിൽ വെള്ളം എന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ഞാൻ കുളിക്കില്ല എന്നൊന്നും വിചാരിക്കണ്ട, അങ്ങനെയല്ല. ഈ ബീച്ച്, തോട്, അരുവി എല്ലാം എനിക്ക് പേടിയാണ്. ദാ ഞാൻ ഒരിടത്ത് മാറിയിരിപ്പുണ്ട്, അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവർ വരാൻ വേണ്ടി ഞാൻ കിടന്നങ്ങ് പ്രാർത്ഥിക്കുക കേട്ടോ, വന്നാലല്ലേ എനിക്കും പോകാൻ പറ്റൂ. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു. എങ്ങനെയൊക്കെയോ പറഞ്ഞതാ ഇവർ കയറി കേട്ടോ. അങ്ങനെ നേരെ പിന്നെ പറഞ്ഞ് വയലിലോട്ട് ഇറങ്ങാമെന്ന്. എന്തായാലും വയൽ കാണാൻ വന്നതല്ലേ, വയലിലോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ എന്നവർ. എനിക്കാണെങ്കിൽ അതും പേടി, കാരണം ഫുൾ ചെളിയാ, എങ്ങനെ ഏതാണെന്നൊന്നും അറിഞ്ഞൂടല്ലോ. അങ്ങനെ ദാ രണ്ടും കൽപ്പിച്ച് അവരിറങ്ങി. എന്നിട്ടും പോവാതെ ഞാൻ നിൽക്കുമോ, എനിക്കാണെങ്കിൽ പോവാനും വയ്യ. എന്നിട്ടും ഞാൻ പേടിച്ചിറങ്ങി കേട്ടോ. പാമ്പുണ്ടെന്നാണ് പറയുന്നത്, പേടിപ്പിക്കുന്നതാണോ. എനിക്കാണെങ്കിൽ പേടിയുണ്ടെന്ന് കണ്ടപ്പോൾ അവരിതാ പാമ്പുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ കേസ്. സംഭവം ഞാനും വിട്ടുകൊടുത്തില്ല, പറഞ്ഞവളിതാ വീഴുകയും ചെയ്ത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണീ കെ ജോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ചാടിക്കയറി ഞാനും വിട്ടു കൊടുത്തില്ല. പേടിയെന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റൂലല്ലോ. ഞാനൊരു സംഭവം തന്നെ രക്ഷപ്പെട്ടു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നമ്മളെ വയല് കാണിച്ചു വിളവിള് രക്ഷപ്പെട്ടു. ഇതുപോലത്തെ വയലുണ്ട് അവിടെ, നമ്മളവിടെ കിടക്കുന്നുണ്ട്. തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സൈക്കിള്. പിന്നെ അവളുടെ ഒടുക്കത്തെ തള്ളൊക്കെ കെട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോയി കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. എന്തായാലും വന്നതല്ലേ, ഫോട്ടോസ് എടുക്കാതിരിക്കണം മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പി ആയി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ പോകുന്നു. ബൈ ബൈ.